ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഗുൽസാർ. നമ്മൾ ബിഗിനേഴ്സിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അല്ലേ? അതിന് വേണ്ടിയിട്ട് പല വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പല സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് പറയേണ്ടി വരുന്ന ചില സെൻറ്റൻസസ് ആണ് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ്. അതായത് ഈ പറയാൻ പോകുന്ന എല്ലാ സെൻറ്റൻസസും ഞാൻ ഏകദേശം 50ഓളം സെൻറ്റൻസസ് ഇവിടെ പറയാൻ പോകുന്നു. അതെല്ലാം കൂടെ ഒരേ സമയത്ത് ഉപയോഗിക്കണം എന്നല്ല കേട്ടോ. അത് വിവിധ സന്ദർഭങ്ങളിലായിട്ട് നിങ്ങൾക്ക് പറയേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 50 ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും ആ ഒരു സെൻറ്റൻസും മനസ്സിലാക്കി വെക്കുക. അത്തരം സന്ദർഭം വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, എടുത്ത് യൂസ് ചെയ്യുക. അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കൂട്ടും, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഏതൊക്കെയാണ് സെൻറ്റൻസസ് നോക്കാം. ആദ്യം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു 5 സെൻറ്റൻസസ് ആണ്. എൻ്റെ പേര് ഇതാണ്, എൻ്റെ സ്ഥലം ഇതാണ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു 5 ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് ആദ്യം നോക്കാൻ പോണത്. ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മളെ പറ്റി, നമ്മളെ പേര്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അല്ലേ, നമ്മളെ പേര്. ഐ എം ഗുൽസാർ, ഞാൻ ഗുൽസാർ ആകുന്നു. ഐ എം ആലിയ, ഞാൻ ആലിയ ആകുന്നു. ഐ എം ജോൺ, ഞാൻ ജോൺ ആകുന്നു. ഇനി അടുത്തത്, എനിക്ക് 30 വയസ്സായിട്ടുണ്ട്. എങ്ങനെ പറയാ? ഐ എം 30 years old. എനിക്ക് 25 വയസ്സായിട്ടുണ്ട്. എങ്ങനെ പറയാ? ഐ എം 25 years old. നിങ്ങളെ ഏജ് എന്താണോ അത് പറയാ. ഐ എം 40 years old. എനിക്ക് 40 വയസ്സുണ്ട്. അതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. അടുത്ത് നമ്മൾ പറയാൻ പോണത്, ഞാൻ എവിടുന്നാണ്, ഞാൻ എവിടുന്നാ വരുന്നേ. ഐ എം ഫ്രം കേരള, ഞാൻ കേരളത്തിൽ നിന്നാണ്. നമ്മുടെ നാട് എവിടെയാണ്? കേരളമാണ്. നമ്മൾ കേരളം വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് അവരോട് പറയാൻ പറ്റും, ഐ എം ഫ്രം കേരള, ഞാൻ കേരളത്തിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഐ ലിവ് ഇൻ ബാംഗ്ലൂർ, ഞാൻ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ലിവ് ഇൻ ബാംഗ്ലൂർ. ഇനി അടുത്തത്, നമ്മൾ എവിടെ ജനിച്ചത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ. ഞാൻ കേരളത്തിൽ നിന്നാണെങ്കിൽ പോലും ഞാൻ എവിടെ ജനിച്ചത്? ഐ വാസ് ബോൺ ഇൻ മലപ്പുറം. ഐ വാസ് ബോൺ ഇൻ മലപ്പുറം, ഞാൻ മലപ്പുറത്താണ് ജനിച്ചത്. ഐ വാസ് ബോൺ ഇൻ മലപ്പുറം. ഐ വാസ് ബോൺ ഇൻ കാലിക്കറ്റ്, ഞാൻ കാലിക്കറ്റിലാണ് ജനിച്ചത്. ഐ വാസ് ബോൺ ഇൻ കണ്ണൂർ, ഞാൻ കണ്ണൂരാണ് ജനിച്ചത്. ഐ വാസ് ബോൺ ഇൻ ട്രിവാൻഡ്രം, ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചത്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞൊന്ന് ഓർഡറിൽ പറഞ്ഞു നോക്കിയേ. ഐ എം ഗുൽസാർ, ഐ എം 30 years old, ഐ എം ഫ്രം കേരള, ഐ ലിവ് ഇൻ ബാംഗ്ലൂർ, ഐ വാസ് ബോൺ ഇൻ മലപ്പുറം. ക്ലിയർ ആണല്ലോ? നമ്മളെപ്പറ്റി വളരെ ബേസിക് ആയിട്ട് പറയാൻ പറ്റിയ ഒരു 5 സിമ്പിൾ സെൻറ്റൻസ് ആണത്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇനി നമ്മൾ പറയാൻ പോണത്, നമ്മളെ വർക്ക് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനാണ്. നോക്കാം ഏതൊക്കെയാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. എന്താ പറയാ? ഐ എം എ സ്റ്റുഡൻറ്റ്. ഐ എം എ സ്റ്റുഡൻറ്റ്, ഞാൻ എന്താണ്? ഒരു വിദ്യാർത്ഥിയാണ്. ഐ സ്റ്റഡി ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്. ഐ സ്റ്റഡി ഇൻ ദിസ് സ്കൂൾ. ഐ സ്റ്റഡി ഇൻ ദിസ് സ്കൂൾ. ഐ സ്റ്റഡി ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ എവിടെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ പേര്. ഇനി നിങ്ങളൊരാൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എങ്ങനെ പറയാം? ഐ മീൻ 10th grade. ഐ മീൻ 10th grade. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. എങ്ങനെ പറയാം? ഐ വർക്ക് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഐ വർക്ക് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഐ വർക്ക് ആസ് എ ഡ്രൈവർ. ഐ വർക്ക് ആസ് എ സെയിൽസ്മാൻ. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ച് ഐ വർക്ക് ആസ് എ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം പറയാം. ഐ വർക്ക് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾ ടീച്ചറാണ്. ഐ എം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഐ എം എ ഷോപ്പ് കീപ്പർ, ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഷോപ്പിൽ നിൽക്കുകയാണ്. ഐ എം എ ഷോപ്പ് കീപ്പർ, ഞാനൊരു ഷോപ്പിൽ നിൽക്കുകയാണ്. ഐ വർക്ക് ഇൻ എൻ ഓഫീസ്. ഐ വർക്ക് ഇൻ എൻ ഓഫീസ്, ഞാനൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ വർക്ക് ഇൻ എൻ ഓഫീസ്, ഞാനൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്താണ്. എങ്ങനെ പറയാ? ഐ റൺ മൈ ഓൺ ബിസിനസ്. ഐ റൺ മൈ ഓൺ ബിസിനസ്. ഐ റൺ മൈ ഓൺ ബിസിനസ്, ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ബിസിനസ് നോക്കി നടത്തുകൊണ്ടിരിക്കുകയാണ്. ഐ റൺ മൈ ഓൺ ബിസിനസ്. ഇനി ഞാനിപ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല. എന്നാ പറയാ? ഐ ഡോണ്ട് വർക്ക് റൈറ്റ് നൗ. ഐ ഡോണ്ട് വർക്ക് റൈറ്റ് നൗ, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഒരു ജോബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്. ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്, ഞാനൊരു ജോബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണിയൊന്നുമില്ല. ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്, ഞാനൊരു ജോബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സ്റ്റഡി വർക്ക് ആ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞു. നമ്മളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറയണം. നമ്മളെ ഫാമിലിനെ കുറിച്ച് അല്ലേ, അവിടെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ഒന്ന് പറയണം. അങ്ങനെ പറയാം,
എനിക്ക് ചെറിയൊരു ഫാമിലി ഉണ്ട്. ഐ ഹാവ് എ സ്മോൾ ഫാമിലി. ഐ ഹാവ് എ സ്മോൾ ഫാമിലി. ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ, എൻ്റെ രക്ഷിതാക്കളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. എന്താ പറയുക? ഐ ലീവ് വിത്ത് മൈ പേരൻസ്. ഐ ലീവ് വിത്ത് മൈ പേരൻസ്. ഞാൻ എൻ്റെ രക്ഷിതാക്കളുടെ കൂടെയാണ്, ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എന്താണ്? ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എങ്ങനെ പറയാം? ഐ ലീവ് വിത്ത് മൈ പേരൻസ്. ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇനി ഐ ഹാവ് വൺ ബ്രദർ ആൻഡ് വൺ സിസ്റ്റർ. എനിക്ക് എന്തുണ്ട്? ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട്. ഐ ഹാവ് വൺ ബ്രദർ ആൻഡ് വൺ സിസ്റ്റർ. എനിക്കൊരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട്. എൻ്റെ ഫാദർ ഒരു ബിസിനസ് മാൻ ആണ്. മൈ ഫാദർ ഈസ് എ ബിസിനസ് മാൻ. മൈ ഫാദർ ഈസ് എ ഡ്രൈവർ. മൈ ഫാദർ ഈസ് എ സെയിൽസ് മാൻ. നമ്മളെ ഫാദർ എന്താണോ അത് അതിനപ്പുറത്ത് ചുരുക്കുക. മൈ ഫാദർ ഈസ് എ ബിസിനസ് മാൻ. ഓക്കെ. ഇനി എൻ്റെ മദർ ഒരു ഡോക്ടറാണ്. എങ്ങനെ പറയാം? മൈ മദർ ഈസ് എ ഡോക്ടർ. എൻ്റെ മദർ ഒരു ഡോക്ടറാണ്. എൻ്റെ അമ്മ ഒരു ഡോക്ടറാണ്. മൈ മദർ ഈസ് എ ഡോക്ടർ. അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒരു നേഴ്സാണ്. എങ്ങനെ പറയാം? മൈ മദർ ഈസ് എ നേഴ്സ്. മൈ മദർ ഈസ് എ നേഴ്സ്. ഇനി ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. എങ്ങനെ പറയാം? ഐ ആം മാരീഡ്. ഐ ആം മാരീഡ്. ഞാൻ മാരീഡ് ആണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഐ ആം മാരീഡ്. ഇനി എനിക്ക് 2 കുട്ടികളുണ്ട്. എന്താ പറയാ? ഐ ഹാവ് 2 ചിൽഡ്രൻ. ഐ ഹാവ് 2 ചിൽഡ്രൻ. എനിക്ക് 2 കുട്ടികളുണ്ട്. ഐ ഹാവ് 2 ചിൽഡ്രൻ. ഇനി എൻ്റെ ഭാര്യ, എൻ്റെ വൈഫ് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെ പറയാ? മൈ വൈഫ് ഈസ് വെരി സപ്പോർട്ടീവ്. ഇനി എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലോ? മൈ ഹസ്ബൻഡ് ഈസ് വെരി സപ്പോർട്ടീവ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, അല്ലേ? ഇനി എൻ്റെ ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ പറയാം? ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി. ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി. എൻ്റെ ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, സമയം ചെലവഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫാമിലി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് എനിക്ക് ബാക്കി എന്തുള്ളൂ? എങ്ങനെ പറയാം? മൈ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. മൈ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. അപ്പോൾ നമ്മളെ ഫാമിലി പരമായിട്ട്, നമ്മുടെ കുടുംബപരമായിട്ട് നമുക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 10 സെൻറ്റൻസസ് ആണ് ഇപ്പോൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോണത് നമ്മളെ ഹോബീസിനെ കുറിച്ചും നമ്മുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചും ബാക്കിയുള്ളവരോട് പറയുന്ന കാര്യമാണ്. അതിലൊന്നാമത്തത്, എനിക്ക് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. എന്താ പറയുക? ഐ ലൈക്ക് റീഡിങ് ബുക്സ്. ഐ ലൈക്ക് റീഡിങ് ബുക്സ്. എനിക്ക് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. ഐ എൻജോയ് വാച്ചിങ് മൂവീസ്. സിനിമ കാണുന്നത് ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഐ എൻജോയ് വാച്ചിങ് മൂവീസ്. എന്താണ്? എനിക്ക് മൂവീസ് കാണൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. ഐ എൻജോയ് വാച്ചിങ് മൂവീസ്. ഞാൻ സിനിമ കാണുന്നത് നന്നായിട്ട് എന്ത് ചെയ്യും? എൻജോയ് ചെയ്യും, നന്നായിട്ട് ആസ്വദിക്കും. ക്ലിയർ ആണല്ലോ? ഇനി എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് എങ്ങനെ പറയാ? നിങ്ങൾ പറയും. ഇങ്ങനെ പറയാ? പറ. ഐ ലവ് ലിസണിങ് ടു മ്യൂസിക്. ഐ ലവ് ലിസണിങ് ടു മ്യൂസിക്. എന്താണ്? ഐ ലവ് ലിസണിങ് ടു മ്യൂസിക്. എനിക്ക് പാട്ട് കേൾക്കാൻ, സോങ് കേൾക്കാൻ എന്താണ്? നല്ല ഇഷ്ടമാണ്. ഇനി എൻ്റെ ഹോബി ക്രിക്കറ്റ് കളിക്കലാണ്. എന്താ പറയാ? മൈ ഹോബി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. മൈ ഹോബി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കലാണ് എൻ്റെ ഹോബി. മൈ ഹോബി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇനി എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയാ? ഐ എൻജോയ് കുക്കിംഗ്. ഞാൻ കുക്കിംഗ് നല്ല ആസ്വദിച്ച് ചെയ്യും, അല്ലേ? ഐ എൻജോയ് കുക്കിംഗ്. കുക്ക് ചെയ്യൽ എന്ത് ചെയ്യണം? ഭയങ്കര ഇഷ്ടമാണ്. ഐ എൻജോയ് എന്ന് പറഞ്ഞാലും ഐ ലവ് എന്ന് പറഞ്ഞാലും ഐ ലൈക്ക് എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുക്കിങ്ങിൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ ഐ എൻജോയ് കുക്കിംഗ്. എന്താണ്? കുക്കിംഗ് ചെയ്യൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. എങ്ങനെ പറയാ? ഐ ലൈക്ക് ടു ട്രാവൽ. യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടം. എനിക്ക് ഫോട്ടോ എടുക്കലൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എങ്ങനെ പറയാം? ഐ ലവ് ഫോട്ടോഗ്രാഫി. ഐ ലവ് ഫോട്ടോഗ്രാഫി. എനിക്ക് എന്താണ്? ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പെയിൻറ്റിങ് ഇഷ്ടമാണ്. അങ്ങനെ പറയാം? ഐ ലൈക്ക് പെയിൻറ്റിങ്. ഐ ലൈക്ക് പെയിൻറ്റിങ്. എനിക്ക് പെയിൻറ്റിങ് ഇഷ്ടമാണ്. സിമ്പിളാണ്. ഇനി എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പറയാ? ഐ എൻജോയ് ലേണിംഗ് ന്യൂ തിങ്സ്. ഐ എൻജോയ് ലേണിംഗ് ന്യൂ തിങ്സ്. എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി എനിക്ക് പൂന്തോട്ടം നനക്കാനും ചെടികളൊക്കെ നോക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പറയാ? ഐ ലവ് ഗാർഡനിങ്. ഐ ലവ് ഗാർഡനിങ്. ഈ ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹോബീസ്, ഇൻട്രസ്റ്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 10 ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസ്. ഇനി നമ്മൾ നോക്കാൻ പോണത് നമ്മളൊരു ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ഗോൾസ് ഉണ്ട്, നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 സെൻറ്റൻസസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 10 സെൻറ്റൻസ്. ഞാൻ എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലി ആണ്, അല്ലേ? നല്ല സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെ പറയാം? ഐ ആം എ ഫ്രണ്ട്ലി പേഴ്സൺ. ഞാൻ നന്നായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. ഐ ആം എ ഫ്രണ്ട്ലി പേഴ്സൺ.
ക്ലിയർ? ഇനി എനിക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെങ്ങനെ പറയാം? ഐ ലവ് ഹെൽപ്പിംഗ് അതേഴ്സ്. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, നന്നായിട്ട് പണിയെടുക്കും. അങ്ങനെ പറയാം, ഐ ആം എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ്. ഐ ആം എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. എങ്ങനെ പറയാം? ഐ ഓൾവേസ് ട്രൈ ടു സ്റ്റേ പോസിറ്റീവ്. ഐ ഓൾവേസ് ട്രൈ ടു സ്റ്റേ പോസിറ്റീവ്. ഐ ഓൾവേസ് ട്രൈ ടു സ്റ്റേ പോസിറ്റീവ്. ഞാൻ എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എന്നിൽ നല്ല വിശ്വാസമുണ്ട്. എനിക്ക് എന്തിനും നല്ല വിശ്വാസമുണ്ട് അല്ലേ? പല കാര്യങ്ങളിലും ഇപ്പോൾ ഈ ഇംഗ്ലീഷ് പഠിക്കുന്ന ഈ ഒരു വിഷയത്തിലായാലും ഞാൻ നന്നായിട്ട് എന്ത് ചെയ്യും? പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. എനിക്ക് എന്തെങ്കിലും വിശ്വാസമുണ്ട്. എങ്ങനെ പറയാം? ഐ ബിലീവ് ഇൻ മൈസെൽഫ്. ഐ ബിലീവ് ഇൻ മൈസെൽഫ്. എനിക്ക് എന്നിൽ നല്ല വിശ്വാസമുണ്ട്. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. എന്ന് പറയാം, ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കണം, ഒന്നാക്കിയെടുക്കണം. ഇംപ്രൂവ് ചെയ്യാന്ന് പറയും അല്ലേ? ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് എന്ത് ചെയ്യണം? ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം, പഠിക്കണം, ക്ലാസ്സസ് ഒക്കെ കാണണം അല്ലേ? വീഡിയോസൊക്കെ വാച്ച് ചെയ്യണം. ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്നാ പറയാം? ഐ പ്രാക്ടീസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഐ പ്രാക്ടീസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് എവറി ഡേ. എല്ലാ ദിവസവും ഇംഗ്ലീഷ് സംസാരിച്ച് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ പുതിയ വേർഡ്സ് പഠിക്കാറുണ്ട്. എന്നാ പറയാം? ഐ ആം ലേണിംഗ് ന്യൂ വേർഡ്സ് ഡെയിലി. ഞാൻ എല്ലാ ദിവസവും പുതിയ വേർഡ്സ് പഠിക്കാറുണ്ട്. ഇനി എനിക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ഉള്ള ഒരാളാവണം. എന്നാ പറയാ? ഐ വാണ്ട് ടു ബി മോർ കോൺഫിഡൻറ്റ്. എനിക്ക് നല്ലോണം കോൺഫിഡൻ്റ് ഉള്ള ഒരാളാവണം. ഐ വാണ്ട് ടു ബി മോർ കോൺഫിഡൻറ്റ്. എനിക്ക് നല്ലോണം കോൺഫിഡൻ്റ് ഉള്ള ഒരാളാവണം. ഇംഗ്ലീഷ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. എന്നാ പറയാം? ഐ ഡ്രീം ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഐ ഡ്രീം ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മളെ ലക്ഷ്യങ്ങൾ, അതേക്കുറിച്ചൊക്കെ നമുക്ക് ബാക്കിയുള്ളവരോട് പറയാൻ പറ്റിയ ഒരു 10 സെൻറ്റൻസസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ഈ വീഡിയോൻ്റെ അവസാനമായിട്ട് ഒരു 5 സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് കൂടി. നമ്മൾ ഇവരൊക്കെ കണ്ട് മീറ്റ് ചെയ്ത് നമ്മളൊരു ബായ് പറയാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റിയ ഒരു 5 സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് മീ. എന്നെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അത്രയാണ്. ദാറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് മീ. എന്നെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ പറയാണ് അവരോട് ലാസ്റ്റായിട്ട്, ദാറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് മീ. ദാറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് മീ. ദാറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് മീ. എന്നെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രയാണ്. താങ്ക് യു ഫോർ ലിസണിങ്. എന്നെ കേട്ടതിന്, എന്നെ ഇതുവരെ കേട്ടു നിന്നതിന് താങ്ക് യു. എന്നെ ഇതുവരെ കേട്ടുന്നതിന് നന്ദി. നമ്മളൊരു കോൺവെർസേഷനിലാണ് അല്ലെങ്കിൽ ഒരാളോടാണ് ഇതൊക്കെ പറയുന്നല്ലേ. അപ്പം അയാൾ ഇതുവരെ കേട്ടുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു ഫോർ ലിസണിങ്. എന്നെ ഇതുവരെ കേട്ടുന്നതിന് നന്ദി. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. എന്ന് പറയാം, ഐ ആം ഹാപ്പി ടു മീറ്റ് യു. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഇനി നിങ്ങളോട് ഒരുപാട് സംസാരിക്കണം. ഐ ലുക്ക് ഫോർവേഡ് ടു ടോക്കിംഗ് മോർ. ഐ ലുക്ക് ഫോർവേഡ് ടു ടോക്കിംഗ് മോർ. എന്ത് ചെയ്യണം? ഭാവിയിൽ എന്ത് ചെയ്യണം? ഇനി നമുക്ക് സംസാരിക്കണം. ഇതുപോലുള്ളൊരു ടോക്ക്, ഇതുപോലുള്ളൊരു സംഭാഷണം ഇനിയും ഭാവിയിൽ എന്ത് ചെയ്യണം? നമുക്ക് ഉണ്ടാക്കണം. ഇങ്ങനെ പറയാം, ലെറ്റ്സ് ഹാവ് എ ഗ്രേറ്റ് കോൺവെർസേഷൻ ലേറ്റർ. നമുക്ക് എന്ത് ചെയ്യാം? പിന്നീട് നല്ലൊരു കോൺവെർസേഷൻ, വലിയൊരു കോൺവെർസേഷൻ എന്ത് ചെയ്യണം. അതാണ് ലെറ്റ്സ് ഹാവ് എ ഗ്രേറ്റ് കോൺവെർസേഷൻ ലേറ്റർ. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പറഞ്ഞ സെൻറ്റൻസസ്. ഈ സെൻറ്റൻസസ് ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും നോക്കാണ്ട് തന്നെ നിങ്ങളിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെച്ച് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മളെ ഫാമിലിനെ കുറിച്ച് പറയുന്ന സമയത്ത്, നമ്മളെ ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അതേപോലെ നമ്മളെ ഗോൾസിനെ കുറിച്ച് പറയുന്ന സമയത്ത്, നമ്മളെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അങ്ങനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത്രയും സെൻറ്റൻസസ് 50 സെൻറ്റൻസസ് നമ്മളൊന്ന് പഠിച്ചു. നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം? ഇത് വീണ്ടും 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 വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാമറിൻ്റെ ആവശ്യങ്ങളോ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ബാക്കിയുള്ളവരുടെ മുന്നിൽ ആവശ്യം വരുന്ന സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ 50 സെൻറ്റൻസും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളെ കുറിച്ചുള്ള നമ്മൾ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ ഒരു 5 സെൻറ്റൻസസ് ഉണ്ടല്ലോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ നിങ്ങളെക്കുറിച്ച്? ഏതൊക്കെയായിരുന്നു? ഐ ആം ഗുൽസാർ. I am 30 years old. I am from Kerala. I live in Bangalore. I was born in
മലപ്പുറം. ഈ സെന്റൻസസ് നിങ്ങളെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.